നേഴ്സിനെ പിന്തുടരുന്ന ട്രൂമാൻ്റെ മുമ്പിലേക്ക് പല തടസ്സങ്ങളും ഷോയുടെ ക്രിയേറ്റേഴ്സ് കൊണ്ടുവരുന്നു. അതായത് വീൽ ചെയറിലുള്ള ആളുകൾ വന്ന് വഴിമുടക്കുന്നു, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അറ്റൻഡർമാർ വന്ന് വഴിമുടക്കുന്നു. അങ്ങനെ അവസാനം ട്രൂമാൻ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലേക്ക് എത്തുന്നു. ട്രൂമാൻ വിൻഡോയിലൂടെ നോക്കിയപ്പോൾ കുറച്ച് അഭിനേതാക്കൾ സർജൻസിനെ പോലെ വേഷം ധരിച്ച് അഭിനയിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ട്രൂമാനെ ഒരു സെക്യൂരിറ്റി വന്ന് പുറത്താക്കുന്നു. അവിടെ നിന്ന് ട്രൂമാൻ ഒരു ട്രാവൽ ഏജൻസിയുടെ അടുത്തേക്ക് പോകുന്നു. തനിക്ക് ഫിജി ഐലൻഡിലേക്ക് പോകാൻ ഒരു ടിക്കറ്റ് വേണമെന്ന് ട്രൂമാൻ അവരോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഏജൻസിയിലെ ജോലിക്കാരി കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് ഐ ആം സോറി, ഇപ്പോൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒരു മാസത്തേക്ക് ഫിജി ഐലൻഡിലേക്ക് പോകാൻ ടിക്കറ്റ് ഇല്ല എന്ന് അവർ പറയുന്നു. ഇതെല്ലാം കേട്ടതോടെ ട്രൂമാന് വീണ്ടും സംശയം വർദ്ധിക്കുന്നു. എന്നാൽ തനിക്ക് എങ്ങനെയെങ്കിലും ഫിജി ഐലൻഡിലേക്ക് പോകണമെന്ന് ട്രൂമാൻ ഉറപ്പിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ ട്രൂമാൻ ചിക്കാഗോയിലേക്കുള്ള ബസ്സിൽ കയറി ഫിജി ഐലൻഡിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതിനായി ബസ് ടിക്കറ്റ് എടുത്ത് ബസ്സിലേക്ക് കയറുന്നു ട്രൂമാൻ ബസ്സിൽ കയറിയതോടെ ആ ബസ് തന്നെ ബ്രേക്ക് ഡൗൺ ആക്കാൻ ഡയറക്ടറുടെ നിർദ്ദേശം ഡ്രൈവർക്കെത്തുന്നു. ബസ് ഡ്രൈവർ ഉടൻ തന്നെ വളരെ തന്ത്രപരമായി ആ ബസ് കേടാക്കുന്നു. ഫിജിയിലേക്ക് പോകാനുള്ള ട്രൂമാൻ്റെ ആഗ്രഹം അന്നേ ദിവസം നടക്കാതെ പോകുന്നു. അന്ന് വൈകുന്നേരം ട്രൂമാൻ്റെ ഭാര്യ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ട്രൂമാൻ കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. ട്രൂമാനോടൊപ്പം ഭാര്യയും കാറിലേക്ക് കയറുന്നു. എന്താണ് ട്രൂമാന് പറ്റിയതെന്ന് ഭാര്യ ചോദിക്കുന്നു. ഇപ്പോൾ മുതൽ നമുക്ക് ചുറ്റും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ താൻ കറക്റ്റായി പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് ട്രൂമാൻ ഭാര്യയോട് പറയുന്നു.